ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ തീമായിട്ടുള്ള ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ് എന്നുള്ള പാഠത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് എന്തായാലും വരുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അത് നമ്മുടെ ക്വിക്ക് റിവിഷൻ മെറ്റീരിയലിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ തീമിലെയും ഓരോ പ്രമേയത്തിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഏതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതെല്ലാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ BC 3000 മുതൽ 1500 വരെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല ക്ലാസ്സുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തായാലും വരുന്നതാണ് ഹാരപ്പയിലെ നഗരാസൂത്രണ സവിശേഷതകൾ, അല്ലെങ്കിൽ മോഹൻജദാരയിലെ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ നഗരാസൂത്രണ സവിശേഷതകൾ എന്നുള്ള രീതിയിൽ തന്നെ ചോദ്യം വരാറുണ്ട്, അല്ലെങ്കിൽ മോഹൻജദാരയിലെ നഗരാസൂത്രണ സവിശേഷതകൾ. അപ്പോൾ നഗരത്തെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. സിറ്റാഡിലുണ്ട്, കോട്ട, അതുപോലെ തന്നെ കീഴ്പട്ടണമുണ്ട്. അപ്പോൾ നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് സിറ്റാഡിൽ എന്നുള്ളത്. ഇതിനെ മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. ഏറ്റവും സവിശേഷതയാർന്ന നിർമ്മിതിയായിരുന്നു അവിടുത്തെ കലവറ, ഗ്രാനറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ബാത്ത് അല്ല, ഗ്രേറ്റ് ബാത്ത്. പിന്നെ അതുപോലെ തന്നെ മോഹൻജദാരയിലെ ഏറ്റവും വലിയ കെട്ടിടമാണ് ധാന്യപുര. ഓക്കെ, നമ്മൾ പറഞ്ഞു. മിച്ചം വരുന്ന ധാന്യങ്ങൾ അവിടെ സംരക്ഷിച്ചിരുന്നു. കുളിപ്പുര ഉണ്ടായിരുന്നു. ശുചിത്വബോധത്തിൽ കുളിപ്പുര എന്നുള്ളത് ജനങ്ങളുടെ ശുചിത്വബോധത്തിൻ്റെ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കീഴ്പട്ടണത്തിൽ ജനങ്ങൾ താമസിച്ചിരുന്നത് കീഴ്പട്ടണത്തിലാണ്. മട്ടത്രികോണ ആകൃതിയിൽ പാതകൾ നിർമ്മിച്ചിരുന്നു. നഗരത്തെ ദീർഘ ചതുരാകൃതിയിലുള്ള ബ്ലോക്കുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ അഴുക്കുചാലുകൾ ഉണ്ടായിരുന്നു. വീടുകൾക്ക് കുളിമുറികൾ ഉണ്ടായിരുന്നു. അഴുക്കുചാലുകളൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു. മാൻഹോളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാരപ്പൻ ജനതയിലെ ഏറ്റവും ഒരു നഗരാസൂത്രണ സവിശേഷതയാണ് ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാല് സിസ്റ്റം. അഴുക്കുചാല് സമ്പ്രദായം ഏറ്റവും വലിയ സവിശേഷതയായിരുന്നു. നിർമ്മാണ രീതിയിൽ ഓരോ വീടിനെയും തെരുവിലെ അഴുക്കുചാലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നോക്കിയിട്ട് പോകണം അതുമായി ബന്ധപ്പെട്ട്. ഇനി ഇതിൽ ചോദിക്കുന്ന ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യനാണ് ഹാരപ്പൻ സമൂഹത്തിലെ വ്യത്യാസങ്ങൾ, സാമൂഹിക വ്യത്യാസങ്ങൾ, ഹാരപ്പൻ സമൂഹത്തിലെ സാമൂഹിക വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഒന്ന്, അവരുടെ ശവസംസ്കാരം നടത്തിയ ആ രീതിയിൽ അവയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബാക്കി വരുന്ന കാര്യങ്ങൾ, അല്ലേ. ഹാരപ്പയിലെ ശവക്കുഴികൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഓരോ ജനവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള തരത്തിലുള്ള വിശ്വാസത്തിനനുസരിച്ചുള്ള ശവക്കല്ലറകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ച് കുഴികൾ സമ്പന്നരുടേതാണെന്ന് കരുതപ്പെടുന്നു. ചില കുഴികളിൽ നിന്ന് ആഭരണങ്ങൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, അതുപോലെ തന്നെ ചിപ്പികൾ എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ അത്തരത്തിലുള്ള വിഭാഗം സമൂഹത്തിലെ ഉയർന്ന വിഭാഗമായിരിക്കും. രണ്ടാമത് നമുക്ക് സാമൂഹിക വ്യത്യാസങ്ങൾ തിരിച്ചറിയുന്നതാണ് ആഡംബര വസ്തുക്കൾ. ഹാരപ്പയിലെ പ്രാദേശികമായി കിട്ടാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പല തരത്തിലുള്ള ആഡംബര വസ്തുക്കളും നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ അത് അവരുടെ ആഡംബരത്തെ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇത്തരം വസ്തുക്കൾ അധിവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. സമ്പന്നരായിട്ടുള്ള വിഭാഗക്കാരിൽ നിന്ന് ഇത് കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ഹാരപ്പയിൽ നിന്നും അതുപോലെ തന്നെ മോഹൻജദാരയിൽ നിന്നും ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വിവിധ തരത്തിലുള്ള വീടുകൾ, ഹാരപ്പയിൽ ഒറ്റമുറി വീടുകളുണ്ട്, അതുപോലെ തന്നെ ബഹുമുറികളുള്ള മാളിക വീടുകളും ഉണ്ട്. അപ്പോൾ ഇത് ഹാരപ്പൻ സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തിന് തെളിവാണ്. ഹാരപ്പൻ സീലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2000 പരം മുദ്രകൾ പല നഗരത്തിൽ നിന്നായിട്ട് കണ്ടെടുത്തിട്ടുണ്ട്. അവയിൽ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യസ്തങ്ങളായിരുന്നു. മുദ്രകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഹാരപ്പൻ വിഭാഗക്കാരുടെ കലാസൃഷ്ടി ഇവരെ ഈ ഇത്തരത്തിലുള്ള മുദ്രകളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു നിഗൂഢ ലിപിയാണ്
ചിത്രലിപി ആയിരുന്നു എന്നാണ് വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, അസ്ഥികൾ എന്നീ വസ്തുക്കൾ ലിപികൾ അതിൻ്റെ മേലൊക്കെ എഴുതിയിട്ടുണ്ട്. ആ വസ്തുക്കളിന്മേലാണ് ലിപികൾ കാണപ്പെടുന്നത്. ലിഖിതവും ഭൂരിഭാഗവും ചെറുതാണ്. ധാരാളം ചിഹ്നങ്ങൾ അടങ്ങിയ ചിത്രലിപിയാണ്, പിക്ചോഗ്രാഫിയാണ്. ഹാരപ്പൻ ലിപി എന്നുള്ളത് ഒരു ചിത്രലിപിയാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ വായിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇതിനെ നിഗൂഢ ലിപിയായിട്ട് വിശേഷിപ്പിക്കുന്നു. ഡെസിഫർ ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഇനി ഇത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ പാഠത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അന്ത്യം. എങ്ങനെയായിരുന്നു അന്ത്യം എന്നുള്ളത്? ഒന്നില്ലെങ്കിൽ കാലാവസ്ഥ മാറ്റമായിരിക്കും, അല്ലെങ്കിൽ വനനശീകരണം, എക്സസീവായിട്ടുള്ള ഡിഫോറസ്റ്റേഷൻ കാരണം വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനും കാരണമായിരുന്നു. അല്ലെങ്കിൽ ഭൂകമ്പത്തിന് കാരണമാകാം, ക്ഷാമങ്ങൾ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ അവരുടെ ജീവനും സ്വത്തിനും വലിയ നാശം വിതച്ചതായിട്ട് ചില ചരിത്രകാരന്മാർ അനുമാനിക്കുന്നു. പുറമേ നിന്നുള്ള പുറമേ നിന്ന് വന്നിട്ടുള്ള ആര്യന്മാരുടെ ആക്രമണം, അതുപോലെ തന്നെ പാരിസ്ഥിതിക അസന്തുലനം, ഇതൊക്കെ ആകാം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഹാരപ്പൻ സംസ്കാരത്തിൽ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. റയറാണ്, എങ്കിലും നോക്കിയിട്ട് പോവുക. ഹാരപ്പനിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ചില വസ്തുക്കൾക്ക് പുരാവസ്തു ഗവേഷകർ മതപരമായിട്ടുള്ള പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാതൃദേവ, ആഭരണം, ശിരോവസ്ത്രം ധരിച്ച് കളിമണ്ണ് സസ്യങ്ങളും ബന്ധപ്പെടുത്തും. പുരുഷ പ്രതിമകളും ഉണ്ടായിട്ടുണ്ട്. പുരുഷ കൽപ്രതിമയെ പുരോഹിതർ അല്ലെങ്കിൽ രാജാവുമായി ബന്ധപ്പെടുത്തുന്നു. കെട്ടിടങ്ങൾ നമ്മൾ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. അത് വലിയ കുളിപ്പുരത, പൂജയ്ക്ക് മുമ്പുള്ള കുളി, അങ്ങനെയൊക്കെയുള്ള ഇതിൽ. മുദ്രകൾ എന്ന് പറയുന്നത് മുദ്രകളിൽ കാണുന്ന യോഗിയുടെ രൂപത്തെ ആദിമ ശിവനെയായും വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ രൂപത്തിൽ ചുറ്റും കാണപ്പെടുന്ന മൃഗങ്ങൾ പശുപതി മഹാദേവൻ എന്ന സങ്കല്പമായിട്ടും ചിലർ. അപ്പോൾ റയറായിട്ട് കാണുന്ന ചോദ്യമാണത്. ബാക്കിയുള്ളതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പോൾ ഒന്ന് നോക്കിയിട്ട് പോകും.